ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് മ്യൂണിക്കിൽ നമ്മുടെ മലയാളി സമാജം പോലെ ഗുജറാത്തി സമാജത്തിൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്. അതിന് വന്നേക്കാണ്. വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് കയറാം. ഗുജറാത്തി സമാജം QR कोड रेडी फटाफट चलो രജിസ്ട്രേഷൻ അവിടെ സീലൊക്കെ അടിച്ചിട്ടുണ്ട്. പൈസ നമ്മൾ 12 യൂറോ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 8 യൂറോയ്ക്ക് ഫുഡ് കഴിക്കാം. കുറെ സ്റ്റാളുകളുണ്ട്. ഇത് പാനിപൂരി ഇത് ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ കൊളീഗാണ് പലക്. നിറച്ച് തിരക്കാട്ടോ. ഫുൾ ഇന്ത്യൻസ് ആണ്, നോർത്ത് ഇന്ത്യൻസ് ആണ്, മലയാളികൾ കുറവാണ്. ഇതാണ് നമ്മുടെ പുതിയ മെമ്പേഴ്സ്. നിഖിൽ, ഹായ് പറയട. പേര് റോഷൻ. താങ്കളുടെ പേരെന്താണ്? ഇവനൊക്കെ അതെന്ത് സുരക്കുണ്ട? പലക്കിന് ഫ്രീ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊരു തിരക്കാ നോക്കി. ഇതിനും മാത്രം ഇന്ത്യക്കാരുണ്ട് അവിടെ. പാവഭാജി ഉണ്ടാക്കുന്നു. ഞാനൊരു മാനിപ്പൂരി, അഭിനവൊരു പാനിപൂരിയാ. നീയോ? മസാലപ്പൂരി. ഇത് നമ്മുടെ അവരോൺ പലക്. യെസ്, സേ ഹായ്. അന്തോൺ. എല്ലാവരും ഫാമിലികളായിട്ട് വന്നിട്ട് കുക്ക് ചെയ്യുന്ന കേട്ടോ. തിരക്ക് നോക്കി. വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഹോം മെയ്ഡാണ്. ഓക്കെ, ദീസ് ഓൾ. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി മസാലപ്പൂരി 2 ഫ്ലേവറിൽ തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനങ്ങൾ? രക്ഷപ്പെടോ. സീൻ സാധനമാണോ? നമ്മുടെ പലക്കന്റെ സ്വന്തം വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ, മായം ചേർക്കാത്ത പാനിപ്പൂരി മസാലപ്പൂരി. ഗോയ്സ്, ഫുഡ് എങ്ങനെയുണ്ട് ഗോയ്സ്? കൊള്ളാമോ? ഇത് പാനിപ്പൂരി അല്ലേ? ഇതോ? ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാം വീട്ടിലുണ്ടാക്കിയതാ, ഹോം മെയ്ഡ്. ഈ സാധനം അടക്കം. അല്ലേ? ഗുജറാത്തി സമാജത്തിന്റെ സീൻ. നമ്മൾ എക്സ്ട്രാ പിന്നെയും ടിക്കറ്റ്സ് മേടിച്ചു. ഓരോ യൂറോന്റെ കൂപ്പൺ പോലെ മേടിച്ചു. പിന്നെ 10-20 യൂറോയ്ക്ക് മേടിച്ചാൽ ഇങ്ങനത്തെ പരിപാടികൾ. പലക്ക് ഭയങ്കര ബിസി കച്ചവടം. ക്യൂ നോക്കി പലക്കൊന്ന് കോടീശ്ശേരിയാവും. അതെ. എല്ലാവരും ഭയങ്കര തിരക്കിൽ കുക്കിങ്ങിനാണ്. അത്രേ ഉള്ളൂ. പൈസ കൊണ്ട് പണം പറ്റത്. നമുക്ക് ചൂടില്ല കിട്ടിയില്ല. നമുക്ക് ടോസ്റ്റ് ചെയ്ത് തരും. ചന്ദ്രയുടെ മുളകോ കൊണ്ടോട്ടത്. അത്ര കൊള്ളൂല. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? മസാല ഒന്നുമില്ല. അല്ല, സ്പൈസ് ഒന്നുമില്ല. സ്വന്തത്തിനെക്കാട്ടും കൊള്ളാം. അത് സോഡ കൗണ്ടർ. അത് ഫ്രഷായിട്ട് ഫ്രഷ് സോഡ കാര്യങ്ങളുണ്ടാക്കി കൊടുക്കുന്നു. കുറെ സാധനങ്ങളുണ്ട്. റെസ്റ്റിന് പഴയ സ്കീം സാധനങ്ങളൊക്കെ. നമ്മൾ വെജിറ്റബിൾ മഞ്ചൂരിയൻ 5 യൂറോ സാധനം മേടിക്കാൻ വേണ്ടി ഇവന്മാര് സോഡ എന്തോ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോഫ്റ്റ് സോഡ. ഓക്കെ, എങ്ങനെയുണ്ടാ? ജീരക സോഡ. അത് സോഡ
സോഡ ആയില്ല, ജീരകങ്ങളല്ലേ. വലിയ ഷോടിയില്ലല്ലോ. അതിന് മതിയൊക്കെ. ഇത് നമ്മുടെ പുതിയ ആള് സനത്തെ. ഇങ്ങനെ നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന് പോയി ഫുഡ് കുറെ പൈസ ചെലവാക്കി വയറൊന്നും അറിയാതെ പിന്നെയും ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് ഗൈസ്. ആ, ജർമ്മനിയിൽ പുതുതായി വന്ന ജർമ്മനിയുടെ പ്രകൃതി രമണീയമായ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നിഖിലാൻഡ് റോഷന. മണ്ട ഗ്രിൽ ചെയ്യാൻ പോണോ? ആ, ഓ ബ്ലോക്കാണ് കഴിച്ച് നമ്മൾ അരിച്ചരിച്ചിട്ടാണ് പോണത്. ക്യൂ നോക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ ഗുജറാത്തി സമാജത്തിന്റെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് ഫുഡ് കൊള്ളൂല. അപ്പൊ നമ്മള് പൈസ കൊടുത്തിട്ട് വേറെ ഫുഡ് കഴിക്കാൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് വന്നേക്കാണ്. അപ്പൊ അശ്വിന്ത ഇവരുടെ നോർത്ത് ഇന്ത്യൻ താളി. ഇതെന്ന് തോന്നുന്നത് ഇയാള് ചിക്കൻ ഫ്രൈഡ് റൈസ്, ഇയാളും ചിക്കൻ ഫ്രൈഡ് റൈസ്, ഞാൻ ചിക്കൻ തിക്ക. നിന്റെ എന്തായിരുന്നു? തന്തൂരി ചിക്കൻ. ഇവരുടെ വരും ബീപ്പിള. മുണുങ്ങ മുണുങ്ങ. എന്തത്? എല്ലാം കൊള്ളാം. അതെ, ഞങ്ങൾ ചെറുതായിട്ട് പുതിയതായി യൂട്യൂബ് ഷോർട്സും പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിമൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. നമ്മുടെ പുതിയ നായകൻ, പുതിയ നായിക, പിന്നെ നമ്മുടെ കോവർക്കേഴ്സ്, ഇത് കൊറിയോഗ്രാഫർ, ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന. അതെ, രഘുവിനെ ഡാൻസ് മാസ്റ്റർ ആക്കാൻ വേണമെങ്കിൽ മിക്ക ഡയലോഗും എൻ്റെ സെൻസറി ആയിട്ട് വരും കൊറേ. തങ്ങന്റെ ബോൾസ്. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഫുഡൊക്കെ കൊള്ളായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ചിക്കൻ തിക്കൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഒരു ഫ്രൈഡ് റൈസും കാര്യമൊക്കെ. ബിരിയാണി ഇതിനു മുമ്പ് കഴിച്ചായിരുന്നു. പക്ഷേ ബിരിയാണി മുമ്പ് കഴിച്ച് കൊള്ളാത്തതുകൊണ്ട് നമ്മൾ ബിരിയാണി ഒന്നും ഓർഡർ ചെയ്തില്ല. അങ്ങനെ നമ്മൾ ബബിൾ ടീ കഴിക്കാൻ പോയതാണ്. പാഷൻ ഫ്രൂട്ട് അല്ലേ കൊള്ളാം അല്ല ഉച്ചയ്ക്ക്. ബാബ കോഫി കഴിക്കാൻ പോയപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പയ്യന്മാർ. നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഗൈസ്.